ഹലോ എവ്രി വൺ, എൻ്റെ പേര് മൃദുൽ ജോയ്. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക്കലി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്കാണ് പോകുന്നത്. അതായത് എന്തുകൊണ്ടാണ് നമ്മളൊരു ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ഇവരുടെ വാല്യൂസിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫൈൻഡിങ് ഡെറിവേറ്റീവ്സ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അബിനീഷ്യോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമുണ്ട്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫ്രം എൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നൊരു നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളുടെ റിസൾട്ട്സിനെയാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സാമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു വെരി മച്ച് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെൻ്റലി ആസ് ടു ദ റീസൺ ആസ് ടു വൈ ദീസ് തിങ്സ് ആർ. ഓരോ കാര്യങ്ങൾ അങ്ങനെ ആവുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതിന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഐഡിയ കിട്ടും. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ജനറലി ഒരു ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ലെവലിൽ പോയിട്ട് പഠിക്കാറില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ ഇൻ്റഗ്രേഷൻ കുറച്ച് പാടായി വരുന്നു എന്ന് ഞാൻ പറയാം. കാരണം ഡെറിവേറ്റീവ്സ് നല്ലൊരു ഐഡിയയിൽ നിങ്ങൾക്ക് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി detrimental എന്ന് പറയില്ല, ബട്ട് ദിസ് ഈസ് എ വെരി ഫണ്ടമെൻ്റൽ ഫാക്ടർ ദാറ്റ് ഈസ് ഫൺ ടു ലേൺ, ദാറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ടു ലേൺ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിലേക്ക് കയറാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണ് നമ്മളൊരു ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് വി ഹാവ് സം പ്രീ റിക്വസിറ്റ്സ്. ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ക്ലാസ് 11ൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. ബേസിക്കലി സ്ലോപ്പ് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. അതുപോലെ തന്നെ ലിമിറ്റ്സിൻ്റെ ബേസിക്കലി കണ്ടിന്യൂറ്റിയുടെ കണ്ടിന്യൂഷനാണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഇത് കൂടാതെ ടാൻജൻറ്റ് പോലത്തെ കാര്യങ്ങളെ പറ്റി എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവണം. അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് പ്രീ റിക്വസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കയറാണ്. ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് വാട്ട് ഈസ് എ ഡെറിവേറ്റീവ്. അതായത് f-a എന്ന് പറയുന്ന സംഭവം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയേണ്ടത്. സോ എൻ്റെ കയ്യിൽ ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, f(x). ഓക്കെ, ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടാവും. അതാണ് ഞാൻ ഈ യെല്ലോ ലൈൻ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. sin x-ന് ഒരു ഗ്രാഫ് ഉണ്ട്, cos x-ന് ഒരു ഗ്രാഫ് ഉണ്ട്, tan x-ന് ഒരു ഗ്രാഫ് ഉണ്ട്. ഇതുപോലെ എല്ലാ ലോകത്തിലത്തെ ഫംഗ്ഷൻസിനും ഓരോരോ ഗ്രാഫുകളുണ്ട്. ഞാൻ ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ x is equal to a എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തേക്കാണ്. ഇതാണ് ഞാൻ ഈ എടുത്തിട്ടുള്ള x is equal to a. ഈ x is equal to a എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് f(a) എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും x ആക്സിസിൽ. ഇതുവരെ ക്ലിയർ ആയില്ല, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതായത് ഞാൻ sin x-ൻ്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ π/2 എടുത്തിട്ടുണ്ടെങ്കിൽ sin π/2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അതെന്താ 1 ആണ്. അതാണ് ഞാനിവിടെ ബേസിക്കലി ഇത്ര നേരം വരെ പറഞ്ഞേക്കണം. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ f-a അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് x is equal to a എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മുടെ ചോദ്യം. അതാണ് ഞാൻ ഇവിടെ അതാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് എന്താ വരിക, ദിസ് പോയിന്റ് വിൽ ബി a, f(a). x, y എന്നല്ല പറയാം. എക്സിൽ ഇതിൻ്റെ വാല്യൂ a, y ആക്സസിൽ ഇതിൻ്റെ വാല്യൂ f(a). സോ a, f(a) എന്ന് പറയുന്ന പോയിന്റിന് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കും. ടാൻജൻറ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ്, ഞാൻ വരാം. പക്ഷെ ഇത്ര മനസ്സിലാക്കുക തൽക്കാലത്തേക്ക്, ഈ a, f(a) എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുക. സോ ഒന്നാമത്തെ കേസ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താ ഐഡിയ ഇല്ലെങ്കിൽ, ടാൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കേവിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതൊരു കേവ് ആണെങ്കിൽ ഇതുമേക്ക് നമ്മളൊരു ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. സച്ച് ദാറ്റ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ ഷുഡ് ടച്ച് ദിസ് കേവ് ഓൺലി അറ്റ് ദിസ് പോയിന്റ്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റുമ്പോൾ മാത്രമേ ഈ ടാൻജൻറ്റ് ടച്ച് ചെയ്യണുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഒരു കേവിനെ ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ആ ലൈൻ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ടാൻജൻറ്റിൻ്റെ അർത്ഥം. അപ്പോൾ നാച്ചുറലി വരാൻ പോകുന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ഫിഗറിൽ ഈ പർപ്പിൾ കളർ ലൈനാണ്, പിങ്ക് ഈ സാധനം പിങ്കിഷ് ലൈനാണ് നമ്മുടെ ടാൻജൻറ്റ് എന്ന് ഞാൻ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ടാൻജൻറ്റ് എന്ന് പറയുന്ന ലൈൻ എന്തായാലും ഈ കർവിനെ ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്തിരിക്കും.
ഓക്കെ, അപ്പോൾ ഓൾറെഡി ടാൻജൻറ്റ് ഈ ബ്ലൂ കളർ പോയിന്റ്, അതായത് എൻ്റെ എ കോമ എഫ് ഓഫ് എയിൽ ഓൾറെഡി കട്ട് ചെയ്യുന്നുണ്ട്, തൊടുന്നുണ്ട്, കട്ട് ചെയ്യല്ലേ, ടച്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അത് ഈ ഒരു അഡീഷണൽ പോയിന്റിലും കട്ട് ചെയ്യല്ലേ. അപ്പോൾ ഇതെങ്ങനെ ടാൻജൻ്റ് ആവും? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കറക്റ്റാണ്. ജസ്റ്റ് എ സെക്കൻഡ്. കാര്യം കറക്റ്റാണ്. ടാൻജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു കേർവിനെ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് ശരിയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. വി ആർ കൺസിഡറിങ് ദ ഇമ്മീഡിയറ്റ് വിസിനിറ്റി ഓഫ് ദ പോയിന്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിന്റെ ഇമ്മീഡിയറ്റ് വിസിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിന്റെ ഏറ്റവും ചുറ്റുവട്ടത്ത്, ഈ ചുറ്റുവട്ടത്തിൽ ഈ ഒരു പോയിന്റിനെ ഒഴിച്ച് വേറൊരു പോയിന്റിനെയും ഈ ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇമ്മീഡിയറ്റ് വിസിനിറ്റി എന്ന് പറയുന്നത് ഇത്ര ഒരു സെക്ഷനാണ്. അല്ല, ഇമ്മീഡിയറ്റ് വിസിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എയിൽ നിന്ന് ഞാൻ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോവുക. വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്, ആ ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ ആ എച്ച് എന്ന് പറയുന്ന വാല്യൂ 0 ടെൻഡിങ് ടു 0 ആണ്. അത്ര ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ എയിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോവുക. അങ്ങനെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റിലും വേറെ ഒരു പോയിന്റിലും ഈ ടാൻജന്റ് ലൈൻ, അതായത് ഈ പിങ്ക് കളർ ലൈൻ ആ ഫംഗ്ഷനെ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇമ്മീഡിയറ്റ് വിസിനിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടാൻജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേർവിനെ വേറെ ഒരിക്കലും വെട്ടാൻ പാടില്ല എന്നല്ല, വേറെ ഒരിടത്തും വെട്ടാൻ പാടില്ല എന്നല്ല, ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിന്റെ വളരെ ക്ലോസ് റേഞ്ചിൽ വേറൊരു പോയിന്റിലും ടച്ച് ചെയ്യാൻ പാടില്ല. വളരെ ക്ലോസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്നതിനെക്കാട്ടും ചെറുതാണ്. അത്ര സ്മോൾ ആയിട്ടുള്ള റേഞ്ചിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്ലോസ് റേഞ്ച് എന്ന് പറയുമ്പോൾ. ആ ചെറിയൊരു റേഞ്ചിൽ ഈ ടാൻജന്റ് എന്ന് പറയുന്ന ലൈൻ ആ ഫംഗ്ഷനെ ആ ക്ലോസ് റേഞ്ചിൽ വേറെ സ്ഥലത്ത് വേറെ ഒരു പോയിന്റിലും ടച്ച് ചെയ്യാൻ പാടില്ല അതർ ദാൻ എ കോമ എഫ് ഓഫ് എ. ഇതാണ് ടാൻജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. മനസ്സിലായോ? ഇതാണ് ടാൻജന്റ് ടു എ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അപ്പം ഇത്ര നേരം വരെ നമ്മൾ ടാൻജന്റിനെ പറ്റി പറഞ്ഞു, ഡെറിവേറ്റീവിനെ പറ്റി പറഞ്ഞിട്ടില്ല. സോ വാട്ട് ഡു വി മീൻ ബൈ എഫ് ഡാഷ് എ? അതായത് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിലത്തെ ഡെറിവേറ്റീവ് എന്നതിനെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു വി മീൻ ബൈ എഫ് ഡാഷ് ഓഫ് എ? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ എടുത്തു, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് എടുത്തു എക്സ് ഇസ് ഈക്വൽ ടു എ. ആ പോയിന്റിന്റെ ആ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് ഓഫ് എ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും എ കോമ എഫ് ഓഫ് എ. ഈ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കാണ്. ഈ ടാൻജന്റ് എന്താണെന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്തു. ഈ ടാൻജന്റിന്, ആ ടാൻജന്റ് എന്തൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഈ ടാൻജന്റ് ആയ സ്ട്രെയിറ്റ് ലൈനിന് ഒബ്വിയസ്ലി ഒരു സ്ലോപ്പ് ഉണ്ടാവും. കുറച്ചുകൂടിയും ബേസിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ ടാൻജന്റ് എക്സ് ആക്സിസ് ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. ലെറ്റ് സപ്പോസ് ദാറ്റ് ആംഗിൾ ഇസ് തീറ്റ. ഈ ടാൻജന്റ് എക്സ് ആക്സിസ് ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. ഞാൻ ഇവിടെ ആ ആംഗിളിനെ തീറ്റ എന്ന് സപ്പോസ് ചെയ്യാൻ പോവാം. ഈ ലൈനിന്, ഈ പേർപ്പിൾ കളർ ലൈനിന് എന്തുണ്ടാവും? ഒരു സ്ലോപ്പ് ഉണ്ടാവും. സ്ട്രെയിറ്റ് ലൈൻസിന്റെ ബേസിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ടാൻ തീറ്റ എന്നാണ് പറയുക. ആ ടാൻ തീറ്റേനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ ഈ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ആ ടാൻജന്റ് ബേസിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ സ്ട്രെയിറ്റ് ലൈനിന് ഒരു സ്ലോപ്പ് ഉണ്ടാവും. ആ സ്ലോപ്പ് അതായത് ടാൻ തീറ്റ, ആ ടാൻ തീറ്റയുടെ വാല്യൂ ആണ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കണം. ഇതുവരെ റെഡിയാണോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബേസിക്കലി. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റ്, ഈ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ കളയണ്ട, നമുക്കിതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഈ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവൻ ഈ ടാൻജന്റിനെ, ഈ പിങ്ക് ലൈനിനെ 2 പാർട്സിലേക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് ഈ പിങ്ക് കളർ ലൈനിനെ, അതായത് ആ പോയിന്റിലേക്കുള്ള ടാൻജന്റിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട് റൈറ്റിലേക്കുള്ള പാർട്ടും
ഒരു പാർട്ട് ലെഫ്റ്റിലേക്കുള്ള പാർട്ടും. അപ്പോൾ ഓബ്വിയസ്ലി റൈറ്റിലേക്കുള്ള പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ എ, ഇതാണ് റൈറ്റിലേക്കുള്ള പാർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലെഫ്റ്റിലേക്കുള്ള പാർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ് ലെസർ ദാൻ എ എന്നാണ്. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ എയിൽ വരുന്ന ടാൻജന്റിന്റെ ഈ ഭാഗത്തിന് ഒരു സ്ലോപ്പ് ഉണ്ടാവും. അതുപോലെ എക്സ് ലെസർ ദാൻ എയിൽ വരുന്ന ടാൻജന്റിന്റെ ഭാഗം, ഈ ഭാഗത്തിനും ഒരു സ്ലോപ്പ് ഉണ്ടാവും. ഈ എക്സ് ഗ്രേറ്റർ ദാൻ എ, ഒരു മിനിറ്റ്, എക്സ് ഗ്രേറ്റർ ദാൻ എ റീജിയനിൽ വരുന്ന ഈ ലൈനിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ RHD എന്ന് വിളിക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലൈനിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ LHD എന്ന് വിളിക്കുക. എപ്പോഴാണോ ഈ LHDയുടെ വാല്യൂ ഈ RHDയുടെ വാല്യൂക്ക് ഈക്വൽ ആവുന്നത്, RHDയുടെ വാല്യൂക്ക് ഈക്വൽ ആവുന്നത്, അപ്പോഴാണ് F' എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയാം. അപ്പോഴാണ് നമ്മൾ പറയുക എന്ത്, ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് നമ്മൾ പറയാം. എപ്പോൾ LHDയുടെയും RHDയുടെയും വാല്യൂ ഈക്വൽ ആകുമ്പോൾ, അതായത് ടാൻജന്റിന്റെ ലെഫ്റ്റ് സൈഡിന്റെയും റൈറ്റ് സൈഡിന്റെയും സ്ലോപ്പ് ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ന് പറയാം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം, ലെറ്റ് സപ്പോസ് രണ്ട് സൈഡിലത്തെയും, അതായത് LHDയുടെയും RHDയുടെയും വാല്യൂ ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. അതായത് ആ ടാൻജന്റിന്റെ ലെഫ്റ്റിലേക്കുള്ള സ്ലോപ്പും റൈറ്റിലേക്കുള്ള സൈഡിന്റെ സ്ലോപ്പും ഈക്വൽ അല്ല. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റിലേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈൻ ആണെങ്കിൽ റൈറ്റിലേക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ ആയിരിക്കും അല്ലേ. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ പറയാം LHDയും RHDയും നോട്ട് ഈക്വൽ എന്ന് പറയാം. അതായത് ഈ ഒരു കേസിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എയിലേക്ക് ടാൻജന്റിനെ വരയ്ക്കാൻ പറ്റില്ല, കാണ്ട് ബി ഡ്രോൺ. അതായത് LHDയുടെയും RHDയുടെയും വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് F' എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി LHDയുടെയും RHDയുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ ഇങ്ങനെ നോക്കണം. RHD എന്ന് പറയുന്നത് ആ റൈറ്റ് പാർട്ടിന്റെ സ്ലോപ്പാണ്, LHD എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് പാർട്ടിന്റെ സ്ലോപ്പാണ്. ഓക്കെ, സോ ഈ രണ്ടുപേരും ഈക്വൽ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനുകളുടെയും സ്ലോപ്പുകൾ ഈക്വൽ ആവാന്നാണ്. രണ്ട് ലൈനുകളുടെയും സ്ലോപ്പ് ഈക്വൽ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇവർ രണ്ടുപേരും ഒരേ ലൈൻ ആവാന്നാണ് അർത്ഥം. അതായത് LHDയുടെയും RHDയുടെയും വാല്യൂ ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അല്ലെങ്കിൽ A, F(A) എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടാൻജന്റിനെ വരയ്ക്കാൻ പറ്റും എന്നാണ് അർത്ഥം. അങ്ങനെ ടാൻജന്റിനെ വരയ്ക്കാൻ പറ്റിയാൽ അതിന്റെ അർത്ഥം F' എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. സോ നൗ our processing has become easier. Now what we need to do is we have to find the value of this LHD and RHD. നമുക്കിനി എന്ത് ചെയ്യണം, LHDയുടെയും RHDയുടെയും വാല്യൂ ഇനി കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. സോ ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലായ നിങ്ങൾക്ക് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഞാനൊരു ഹിൻഡ് പോലെ തരും. അതൊരു ഹോംവർക്കാണ്, നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സോ എൻ്റെ കയ്യിൽ ഇതുപോലെ വീണ്ടും ഞാനൊരു റാൻഡം ആയിട്ടുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ് f(x). ഇത് വെച്ചിട്ടാണ് ഞാൻ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു അപ്ലൈ ചെയ്യാൻ പോകുന്ന ലോജിക്ക് ഈ ഫംഗ്ഷനിൽ മാത്രമല്ല, ലോകത്തിലത്തെ ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്രാഫിക്കലി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും ഒരു ഫംഗ്ഷൻ f(x) എടുത്തു, അതിൽ A എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഈ A എന്ന് പറയുന്ന പോയിന്റിനെ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വൈയിൽ ഒരു വാല്യൂ ഉണ്ടാവും f(a). സോ ഈ ഒരു പോയിന്റിന്റെ വാല്യൂ വരിക A, F(a) ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് h ഡിസ്റ്റൻസ് ദൂരെ
ഞാൻ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. സോ എയിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് ദൂരെ എന്ന് പറയുമ്പോൾ പുതിയ പോയിന്റ് എനിക്ക് കിട്ടുക എ പ്ലസ് എച്ച് ആണ്. വീണ്ടും ഈ പോയിന്റിന് കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ വൈയിലൊരു വാല്യൂ ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ബെയർ വിത്ത് മീ, ഹോൾഡ് ഓൺ, ലാസ്റ്റ് എല്ലാം സെൻസ് ഉണ്ടാക്കും. ഓക്കെ, സോ ഇവർ രണ്ടുപേരും, അതായത് ഈ രണ്ട് പോയിന്റുകളും, ഏതാ ഈ രണ്ട് പോയിന്റുകൾ, എ കോമ എഫ് ഓഫ് എ, അതുപോലെ എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഞാൻ ഈ രണ്ട് പോയിന്റുകളെയും എന്ത് ചെയ്യാൻ പോവുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്യാൻ പോവുക. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റുകൾ, എ കോമ എഫ് ഓഫ് എയും അതുപോലെ എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇനി സ്ട്രെയിറ്റ് ലൈനിൻ്റെ ബേസിക്സ് പഠിച്ചിട്ടുള്ള ആർക്കാണെങ്കിലും ഈ ഒരു പിങ്ക് കളർ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായാലും അറിയായിരിക്കും. എന്താ? അപ്പോൾ ഈ പിങ്ക് കളർ ലൈന് എക്സ് ആക്സിസ് ആയിട്ട് ആംഗിൾ തീറ്റ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വരെ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. ഇവിടെ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? വൈ ആക്സിസിൽ വന്നിട്ടുള്ള വ്യത്യാസത്തിനാണ് ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത്. അതുപോലെ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നതോ എയിൽ നിന്ന് എ പ്ലസ് എച്ചിലേക്കായി, അതാണ് നമ്മുടെ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടുത്തെ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് എന്താ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി ഈ പേർപ്പിൾ കളർ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ രണ്ട് പേരുടെ കോർഡിനേറ്റ്സ് അറിയെങ്കിൽ ഡയറക്റ്റ് എഴുതണമെങ്കിൽ ഡയറക്റ്റ് എഴുതാം, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ പ്ലസ് എച്ച് മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച്. അത് പിന്നെ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, കാരണം എച്ച് ഡിസ്റ്റൻസ് പോയപ്പോഴാണ് എനിക്ക് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എനിക്ക് രണ്ട് വാല്യൂസും കിട്ടി. ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ചേഞ്ച് ഇൻ വൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ആണ്, ഡിവൈഡഡ് ബൈ എൻ്റെ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? വെറും എച്ച് ആണ്. എനിക്ക് ടാൻ തീറ്റയുടെ ഫോർമുല കിട്ടി. ടാൻ തീറ്റയുടെ ഫോർമുല കിട്ടി. ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം, ഇത് ഗുണം വരും. ഓക്കെ ആണോ? ഇത് ഗുണം വരും. ഓക്കെ, സോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ എച്ച് എന്ന് പറയുന്ന പോയിന്റിനെ കുറച്ചും കൂടി ക്ലോസർ ആക്കുക. എൻ്റെ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കുറച്ചും കൂടി ക്ലോസർ ആയിട്ടുള്ള, കുറച്ചുകൂടി ഇവിടെ നിന്ന് അടുത്തേക്ക് ഞാൻ വരികയാണ്, കുറച്ചുകൂടി അടുത്തിട്ടുള്ള ക്ലോസർ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എന്നിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഒബ്വിയസ്ലി ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടാക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇപ്പോഴത്തെ തീറ്റ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇപ്പോഴും നേരത്തെ അത് തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ടാൻ തീറ്റയുടെ ഫോർമുലയിൽ വ്യത്യാസം വരില്ല, പക്ഷേ എച്ച് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ മാറിയിട്ടുള്ളത് കൊണ്ട് ടാൻ തീറ്റയുടെ വാല്യൂം തീറ്റയുടെ വാല്യൂം ഡെഫിനറ്റ്ലി മാറും. പക്ഷെ ഫോർമുല എപ്പോഴും സെയിം തന്നെയാണ്. അഗ്രി? ഇനി ഞാൻ വീണ്ടും ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറച്ചധികം നേരം റിപ്പീറ്റ് ചെയ്യാൻ പോവുക. ഞാൻ വീണ്ടും കുറച്ചുകൂടി ക്ലോസർ ആവാൻ പോവുക. ഓക്കെ, സോ എനിക്ക് ഇതുപോലെ കിട്ടും. വീണ്ടും തീറ്റയുടെ വാല്യൂ മാറി, കാരണം എച്ചിൻ്റെ വാല്യൂ മാറിയതുകൊണ്ട്. പക്ഷേ ഫോർമുലയിൽ വ്യത്യാസമില്ല. എഫ് ഓഫ് എ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് തന്നെയാണ് ഇപ്പോഴും കിട്ടുക, ടാൻ തീറ്റയുടെ വാല്യൂ. ഞാൻ വീണ്ടും ക്ലോസർ വരാണ്, വീണ്ടും ക്ലോസർ വരാണ്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഞാൻ എച്ചിൻ്റെ വാല്യൂ കുറച്ച് അൾട്ടിമേറ്റ്ലി ഞാൻ എത്താൻ പോകുന്നത്, എച്ചിൻ്റെ വാല്യൂവിനെ 0 ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്താൻ പോകുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ റൈറ്റിലോട്ടുള്ള ഭാഗത്തിലേക്കാണ് ഞാൻ അൾട്ടിമേറ്റ്ലി എത്തുക. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതനുസരിച്ച്, അതായത് ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ് ആക്സസിൽ എത്തുന്നതനുസരിച്ച്, ഈ എ പ്ലസ് എച്ചിൽ നിന്ന് ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നതനുസരിച്ച് ഞാൻ എൻ്റെ ഈ പിങ്ക് കളർ ലൈൻ ബേസിക്കലി ഈ മഞ്ഞ കളർ ലൈനായിട്ട്, ഇതെന്താ? ടാൻജൻറ്റിൻ്റെ റൈറ്റ് സൈഡാണ്. ഈ റൈറ്റ് സൈഡായിട്ട് കോയിൻസൈഡ് ആവാൻ പോവാണ് ചെയ്യണത്. ഓക്കെ, സോ ഈ മഞ്ഞ കളർ ലൈൻ, അതായത് എൻ്റെ ടാൻജൻറ്റിൻ്റെ റൈറ്റ് സൈഡിൻ്റെ സ്ലോപ്പ് ടാൻ ആൽഫ ആണെന്ന് വിചാരിക്കുക. അതായത് ഈ സൈഡ് എക്സ് ആക്സസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെന്ന് വിചാരിക്കുക. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാൻ തീറ്റയുടെ വാല്യൂ എന്താ? ടാൻ തീറ്റയുടെ വാല്യൂ മാറും, ടാൻ തീറ്റയുടെ വാല്യൂ മാറും, ടാൻ തീറ്റയുടെ ഇക്വേഷൻ, അതായത് ആ ഫോർമുല മാറില്ല, അത് ഇപ്പോഴും എന്ത് തന്നെയാണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ എച്ചിനെ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ, അതായത് എച്ചിൻ്റെ വാല്യൂവിനെ ഞാൻ സീറോയിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? എനിക്ക് കിട്ടുന്നത് ഈ പിങ്ക് കളർ ലൈൻ ഈ മഞ്ഞ കളർ ലൈനിൻ്റെ മുകളിൽ കിടക്കുന്നത് പോലെ കിട്ടുന്നത്. അതായത് പിങ്ക് കളർ ലൈനിൻ്റെ സ്ലോപ്പ് മഞ്ഞ കളർ ലൈനിൻ്റെ സ്ലോപ്പിന് ഈക്വലായി വരുന്ന രീതിയിലാണ് കാണുന്നത്. അതായത് ടാൻ തീറ്റയുടെ വാല്യൂ ടാൻ ആൽഫയ്ക്ക് ഈക്വൽ ആവാണ് ചെയ്യുക, അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ ആൽഫയ്ക്ക് ഈക്വൽ ആവുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒന്നുകൂടിയും പറയാം, എച്ചിനെ ഞാൻ ഷോർട്ടാക്കി കൊണ്ടുവന്നതനുസരിച്ച് ഈ പിങ്ക് കളർ ലൈൻ മഞ്ഞ കളർ ലൈനിൻ്റെ മേത്ത് കിടക്കാൻ പോകുന്ന പോലെയാണ് എനിക്ക് വേണമെന്ന് തോന്നുന്നത്. അത് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഞാൻ കാണുന്നത്. അതായത് പിങ്ക് കളർ ലൈനിൻ്റെ സ്ലോപ്പ് മഞ്ഞ കളർ ലൈനിൻ്റെ സ്ലോപ്പിനേക്ക് ഈക്വൽ ആവുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. അതായത് എച്ചിൻ്റെ വാല്യൂ സീറോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ടാൻ തീറ്റയുടെ വാല്യൂ ടാൻ ആൽഫയുടെ വാല്യൂയിലേക്കാണ് പോകുന്നത്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ ഞാൻ ഒന്ന് ഫോർമലി എഴുതാൻ പോവാ. ലിമിറ്റ്, ഫോർമലിനെ ഉപരി മാത്തമാറ്റിക്കലി എഴുതാൻ പോവാ. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു സീറോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ. ഇതല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞേ? എച്ചിൻ്റെ വാല്യൂ സീറോയിലേക്ക് പോകുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ ടാൻ ആൽഫയുടെ വാല്യൂവിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഈ ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താ? എൻ്റെ എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ടാൻജൻറ്റിൻ്റെ റൈറ്റ് സൈഡിൻ്റെ സ്ലോപ്പ് അല്ലേ? ഇതിനല്ലേ നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ആർ എച്ച് ഡി എന്ന് വിളിച്ചേ? അതവിടെ നിൽക്കട്ടെ. ഇനി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു സീറോ, ഞാൻ ടാൻ തീറ്റയുടെ വാല്യൂവിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂവിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഐ വിൽ ഗെറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. Okay, so this is the value of my left hand derivative. ഏതൊരു ഫംഗ്ഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു സീറോ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഈ സാധനത്തിന് നമ്മൾ എഫ് ഡാഷ് എ പ്ലസ് എന്നും കൂടി ചില ആൾക്കാർ റെഫർ ചെയ്യും. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫോർമുലയുടെ ഒറിജിൻ എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, ലെഫ്റ്റ് അല്ല, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിച്ചത്. ഈ ഒരു സാധനത്തിൻ്റെ ഒറിജിൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ എ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ എ കൺസിഡർ ചെയ്തു. നേരത്തെ നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോയത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ട് എച്ച് ഡിസ്റ്റൻസ് പോവുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് സം പോയിന്റ് ഓവർ ഹിയർ. ദിസ് പോയിന്റ് വിൽ ബി എ മൈനസ് എച്ച്. നേരത്തെ ചെയ്തതുപോലെ ഈ രണ്ട് ലൈനുകളെയും ഒരു ലൈനിട്ട് ജോയിൻ ചെയ്യാം. സോ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ വരാൻ പോകുന്നത്? സോ ഇതിൻ്റെ ഇപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ കോമ എഫ് ഓഫ് എ. ഈ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മൈനസ് എച്ച് കോമ എഫ് ഓഫ് എ മൈനസ് എച്ച്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എ മൈനസ് എച്ച്. ഈ വാല്യൂ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ എച്ച് എന്ന് വരും. ഇനി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു സീറോ ടാൻ തീറ്റയാണ്. ഈ കേസിലും നമ്മുടെ എന്ത് വരിക? ടാൻ ആൽഫ എന്ന് വരിക, അല്ലെങ്കിൽ ടാൻ ബീറ്റ എന്ന് വിചാരിച്ചോ. ഇത് ടാൻ ബീറ്റ എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള റൈറ്റ് സൈഡിലോട്ടുള്ള ഈ ലൈനിൻ്റെ
സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാൻ തീറ്റ എന്ന് വിളിക്കുന്നത്. ടാൻ ബീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ ടാൻ ബീറ്റയിലേക്ക് പോകും. സോ ഈ ടാൻ ബീറ്റേനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ LHD എന്ന് വിളിച്ചത്. സോ ലിമിറ്റ് h ടെൻഡിങ് ടു 0. ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിരുന്നു? f of a minus h ഡിവൈഡഡ് ബൈ h. ദിസ് വിൽ ബി ഈക്വൽ ടു മൈ LHD. ഇതാണ് LHDയുടെ ഫോർമുല. സോ LHD RHD എങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ദ ബേസിക് മീനിങ് ഓഫ് ഡെറിവേറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ LHD RHDയുടെ ഫോർമുലയിലേക്കൊക്കെ വന്നതും. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെയും, അതായത് sin x, cos x, tan x ഒക്കെ ഡെറിവേറ്റീവുകൾ, അതുപോലെ log x, e raised to x, sin inverse x, cosec inverse x, x raised to n, ഇങ്ങനത്തെ ഫംഗ്ഷനുകളുടെ ഒക്കെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട്, ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തമല്ല, ഈ LHDയുടെയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന RHDയുടെയും ഈ രണ്ട് പേരുടെയും റിസൾട്ട് ഇല്ലേ, ഇതല്ല, ഈ രണ്ട് റിസൾട്ടുകളും വെച്ചിട്ട്, ഈ രണ്ട് റിസൾട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അബ് ഇനീഷ്യോ മെത്തേഡ് എന്ന് പറയാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ആൻഡ് വിൽ കണ്ടിന്യൂ ഫ്രം ഹിയർ. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന പരിപാടി നമ്മൾ വേറെ അടുത്തൊരു സെഷനിൽ ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദിസ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.